പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ജിനോൾ കുന്നുപുറത്ത്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ നിർമ്മാതാവാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ പറയാൻ കുറെ നല്ല വാക്കുകൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആറിഫംവില്ല എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഞാനും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ പ്രിയ സ്നേഹിതനും ആയിട്ടുള്ള കേരളത്തിലെ മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ ശ്രീ മെജോ ജോസഫുമായിട്ട് അഭിമുഖ സംഭാഷണത്തിൽ വന്നിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മെജോ ജോസഫ്, മ്യൂസിക് ഡയറക്ടർ. ആറിഫംവില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ജിനോ ചേട്ടനായിട്ട് ഒരു ചാറ്റിന് ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നെ അതായത് ക്രിസ്തീയ ഭക്തിഗാന ശാഖയിൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ലൈഫ് കൊടുത്തിരിക്കുന്ന ഒരു ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ, നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഒത്തിരി മുഖവരകളില്ലാതെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുകയാണ്. ആറിഫംവില്ല യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. ആറിഫംവില്ല എന്നുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഒരുപാട് ഈ അടുത്ത കാലത്ത് തന്നെ ഏകം എന്ന് പറയുന്ന ഒരു ആൽബത്തിലൂടെ തന്നെ ഒരുപാട് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടായി മാറിയ ഒരുപാട് നല്ല കണ്ടന്റുകളുള്ള യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ ഓണർ റോണസ് ആലപ്പാട്ട് ഞങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട സുഹൃത്താണ്. അപ്പം റോണസിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭാഗ്യവശാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഗീത സംവിധായകനാണ് മെജോ ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും ഇഷ്ടപ്പെടുകയും നിരവധി പാട്ടുകളുടെ ആരാധന പാത്രമാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ മെജോ ജോസഫിലേക്ക് നയിക്കുകയെന്ന് പറയാം. നമസ്കാരം ചേട്ടാ. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തമാണിത്. ചേട്ടനെ കാണാൻ പരിചയമുണ്ട്. പക്ഷേ ഇങ്ങനെ അടുത്ത് കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ട് സമയം കിട്ടിയിരുന്നില്ലേ. ഇത് പറയുമ്പോൾ അതെ, എന്നാലും ഇത്ര അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യമായിട്ട് ഒരുപാട് നല്ല കഥകളും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആളാണ്. കാരണം ഒരു ഇത്ര വലിയൊരു ക്രിസ്തീയ ഭക്തിഗാന ശാഖയെ 25 വർഷത്തിന് മേലെ ഒരേ ക്വാളിറ്റിയിൽ കൊണ്ട് നടക്കാമെന്ന് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് പുതിയ ഗായകർക്കും ഒരുപാട് പുതിയ മ്യൂസീഷ്യൻസിനും ലിറിസിസ്റ്റുകൾക്കും അവസരങ്ങൾ കൊടുത്ത് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന ഒരു ചേട്ടൻ എന്ന രീതിയിലും ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അതുപോലെ തന്നെ ആളുടെ വർക്കുകൾ എനിക്ക് ചെയ്യാനും ആഗ്രഹമുള്ളതാണ്. ഞാൻ രണ്ടുവെച്ചാൽ അവരോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചേട്ടനാണ് ആസ് എ ഹ്യൂമൻ ബീയിങ്. കാരണം നമ്മൾ ഏത് വർക്ക്, നമ്മുടെ പുതിയ വർക്ക് അവർക്ക് അയച്ചു കൊടുത്താൽ അപ്പം തന്നെ എത്ര തിരക്കാണെങ്കിലും നമുക്ക് അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഒരു വലിയൊരു സംഭവമാണ്. അതെ, എനിക്ക് തുടക്കാലം നമുക്ക് ശരിക്കും അറിയാതെ കറക്റ്റ്. നമുക്കൊന്നും ഒത്തിരി പ്രോത്സാഹനം കിട്ടാതെയാണ് ഈ ഫീൽഡ് വന്നതും കുറേ നാൾ നിന്നത്. കഴിഞ്ഞ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്ന് കുറച്ചൊക്കെ പോപ്പുലർ ആയതിനു ശേഷമാണ് പിന്നെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കാൻ ഇതിലും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല എന്ന് വന്നതിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഒരാൾ പാട്ടുകൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ സമയം ഉള്ള അനുസരിച്ച് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുകയും കമന്റ് ഇടുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ എനിക്ക് മെജോയുടെ അടുത്തിരിക്കുമ്പം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വളരെ റെസ്പെക്ട്ഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ തന്നെ നോട്ട്ബുക്ക് എന്ന് പറയുന്ന മൂവി തന്നെ, അതിലെ ഗാനങ്ങൾ തന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, പക്ഷെ നമ്മുടെ ൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ നോട്ട്ബുക്ക് മുതൽ ഇതുവരെ ഏകദേശം 10-15 പറയുന്നത് തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്. പല ഭാഷകളായിട്ട് മലയാളത്തെ പ്രതികരിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ മ്യൂസിക് സെക്ഷനിൽ ടോപ്പായിട്ട് നിൽക്കുന്ന മ്യൂസിഷ്യന്മാരിൽ ഒരാളാണ് മെജോ. അത് ആ മെജോയുടെ കുറേ പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലും ഉള്ളതാണ്. തീർച്ചയായിട്ടും നോട്ട്ബുക്ക് കഴിഞ്ഞ പിന്നെ തൊട്ടടുത്ത് ചെയ്ത സൈക്കിൾ പിന്നെ ഒരു കന്മഴ പെയ്യുമ്പേ സിനിമ അറിയാലോ. മലയാള സിനിമ ചരിത്രം മാറ്റി കുറിച്ച ഒരു മൂവിയാണ്. അതിന്റെ തമിഴ് ഹിന്ദിയുടെ തമിഴ് ഫുൾ ട്രാക്സും പിന്നെ ചാപ്റ്റേഴ്സ് വാരിക്കുഴിയിലെ കൊലപാതകം, കെയർ ഓഫ് സേലബാനും,
ലോ പോയിന്റ് ഇപ്പൊ ഒരു പന്തയും പൂണിനും ലാസ്റ്റ് ഓശാനാണ് റിലീസായത്. കഴിഞ്ഞ പിന്നെ താരം തീർത്ത് കൂടാനും അങ്ങനെ കുറെ നമ്മുടെ സുഹൃത്തുക്കളായ അച്ഛന്മാരൊക്കെ പറയുമ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ വന്നപ്പോ തന്നെ മേജോടെ ഒരു ഉക്കിനും വർക്ക് ഉടനെ നമ്മുടെ ഈ ഈസ്റ്ററോടനുബന്ധിച്ച് റിലീസ് ചെയ്യപ്പെടാൻ പോകണം. കാരണം ഇവിടെ വെച്ചിട്ട് അതിന്റെ റെക്കോർഡിങ്ങും അതിന്റെ ഒരു വെറൈറ്റി, ഞാനത് പറയാവുന്ന പറയുന്നില്ല, ഒരു എനിക്ക് തോന്നുന്ന ഒരു ഈസ്റ്റർ സോങ് കൂടി ഇതുവരെ ഇറങ്ങിയതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സോങ് ആണ്. അത് തന്നെയല്ല, അത് ഏറ്റവും നല്ല രീതിയിൽ അത് മെജോ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഈസ്റ്ററിന്റെ പാട്ടുകൾ പറഞ്ഞല്ലോ ഇറങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാൻ കേട്ടത് ഭയങ്കര ഒരു സന്തോഷം, വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ശരിക്കും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ട ലോകങ്ങളിൽ ആൾക്കാർ ഇഷ്ടപ്പെടാനും ഏറ്റെടുക്കാനും സാധ്യതയുള്ള വർക്കാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയാം, എങ്ങനെയാണ് അതിന്റെ അത് ഈ പറഞ്ഞ പോലെ റോൺസ് ഭായ് തന്നെ ഒരു ഐഡിയ തന്നത്. ഇങ്ങനത്തെ ഒരു സംഭവം ഒരു മ്യൂസിക് ജോണർ പരീക്ഷിച്ചാലോ എന്നുള്ളൊരു സംഭവം. ഈസ്റ്റർ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. ഞാൻ പലപ്പോഴും 1-2 വർക്കുകള് എന്റെ ഇൻഡിപെൻഡന്റ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈസ്റ്ററിന് ഇത് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നു. അപ്പൊ അതിൽ ഒരുപാട് വോക്കലിസ്റ്റുകളുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതില് വന്നിരിക്കുന്ന എല്ലാ സിംഗേഴ്സും തന്നെ നാദലയ സ്കൂൾ ഓഫ് മ്യൂസിക് അബുദാബിയില് മലയാളികളാണ്. അപ്പൊ അത് നല്ല നന്നായിട്ട് പാടുന്ന പിള്ളേർ തന്നെയാണ്. അങ്ങനെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ടൈറ്റില് ഒരു സുറിയാനി വേർഡാണ്. അത് റോൺസ് ഭായ് തന്നെ ഒരു ഇതാണ്, വിശിഹോക്കും എന്നാണ് ടൈറ്റിൽ. വിശിഹോക്കും അത് ക്രൈസ്റ്റ് ഈസ് റിസൺ അതിന്റെ മീനിങ് വരും. പാട്ടും വെറൈറ്റിയാണ്, ടൈറ്റിലും വെറൈറ്റിയാണ്. തീർച്ചയായിട്ടും ഈസ്റ്റർ മുന്നേ ഈ പാട്ട് റിലീസ് ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു വെറൈറ്റി അനുഭവം. ഞാനത് കേട്ടിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു ഈസ്റ്ററിന് ആ മൂഡിലൊരു പാട്ട് ചെയ്തില്ലാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പൊ അതിനാദ്യമേ എല്ലാ ആശംസകളും പറയാണ്. അപ്പൊ അത് അതിന്റെ പിന്നണിയിൽ നമ്മുടെ റോൺസിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ തുടക്കകാലം മുതൽ ആദ്യം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് രചന, സംഗീതം, ആലാപനം, കോറൽ അറേഞ്ച്മെന്റ്, ഓർക്കസ്ട്രേഷൻ, എഡിറ്റിംഗ്, അങ്ങനെയുള്ള ഒരു സംഗീതത്തിന് വേണ്ട എല്ലാ ചേരുവകളെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പം അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ട് ഞാൻ റോണസിന്റെ വൈഫ് റെനിയായിട്ടാണ് ഞങ്ങളുടെ കണക്ഷൻ. 2002 ബാംഗ്ലൂരിലൊരു പ്രോഗ്രാം അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ 23 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നു. UAE വരുമ്പോൾ, അബുദാബി വരുമ്പോൾ, വേറെ ഒരു സ്ഥലത്തും എനിക്ക് ഇവരാണ് ഇവിടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. താമസമൊക്കെ അറേഞ്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒത്തിരി ഫാമിലി അടുപ്പമുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ്. അവർ കലാകുടുംബമാണ്. അപ്പം അവരുടെ 3 മക്കളും പല പല ഇൻസ്ട്രുമെന്റുകളും മ്യൂസിക്കുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എല്ലാം ഈ ആറിഫിലെ യൂട്യൂബ് ചാനലിനും റോണസിനും എനിക്കും ഫാമിലിക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കാം. പിന്നെ വേറെ എന്താണ് പുതിയ വിശേഷം? വേറെ നല്ല വിശേഷം. ഇപ്പം റോണസ് ഭായില് ഇതാണ് ഇപ്പം പറ്റുന്നത്. ഇത് കൂടാതെ അമർ ചിത്രകഥാന്നൊരു ഫിലിമാണ് ഇപ്പോ മലയാളത്തിൽ. അത് പുതിയ ആളാണ്. ആ പയ്യനുകൊണ്ട് പുതിയ പയ്യനാണ്, അഭയകൃഷ്ണൻ. അത് നമ്മുടെ മണിമൽ രാജേട്ടനും മോനെ നിരഞ്ജൻ. പിന്നെ തെലുങ്കിലും ഒന്നെണ്ണം നടക്കുന്നുണ്ട്. അപ്പൊ അത് അടുത്ത മാസം നാട്ടിൽ പോകണം. അപ്പൊ ഈ ഞാൻ മെജോ നാട്ടിലാണെന്ന് ഓർത്തോണ്ടാണ് ഇരുന്നത്. ഇവിടെ സെറ്റിലാണ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ. പക്ഷെ എപ്പോഴും നാട്ടിലുള്ള ഫീലാണ്. സെറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇവിടെ സെറ്റിലാണ്. മക്കളൊക്കെ ഇവിടെ പഠിക്കുന്നത്. പിന്നെ 1-2 ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കല്ല, അത് വൈഫാ നോക്കുന്നത്. അപ്പൊ ഞാനിവിടെ നമ്മുടെ റോഡിൽ നിന്ന് നാട്ടിലത്തെ വർക്കുകൾ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ സ്കൂൾ സമയത്ത് നാട്ടിലേക്ക് വരും. ഞാൻ ഈ അടുത്ത കാലത്തും അവിടെ ഒരു മ്യൂസിക്കിന്റെ ഒരു നിങ്ങളുടെ അസോസിയേഷന്റെ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നോക്കൊണ്ടാണ് ഇരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ അവിടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ ഞാൻ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാലേ, ഈ നോട്ട് ബുക്ക് ഇറങ്ങിയ സമയത്തല്ല, കുറെ കഴിഞ്ഞിട്ടാണ് റോഷൻ ആൻഡ്രൂസ് ഇദ്ദേഹത്തിന്റെ അളിയനാണ് എന്ന് മനസ്സിലായത്. അപ്പൊ അത് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ഒരു അവസരം എടുത്ത് ചോദിച്ചാൽ കിട്ടുമായിരിക്കും. ആ സമയത്തെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് സന്തോഷം. ഡിവോഷണൽ എത്ര പാട്ട് ചെയ്തിട്ടുണ്ടോ? ഡിവോഷണൽ ഒരു 10-15 ചെയ്തിട്ടുണ്ട്. അത് പലരും ഈ സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛന്മാരൊക്കെ പറയുമ്പോഴേ ചെയ്യാറുണ്ട്. പിന്നെ പള്ളികൾക്ക് വേണ്ടിയൊക്കെ. ഏറ്റവും കൂടുതൽ മ്യൂസിക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മൂവിയാണോ ഡിവോഷനാണോ? മറ്റേ എല്ലാം ഇഷ്ടമാണ്. മ്യൂസിക് എന്നുള്ള ഇതിൽ എല്ലാം ഇഷ്ടമാണ്.
പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട പള്ളിയിൽ ഒരു 10-12 വർഷത്തോളം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ അങ്ങനെ നമ്മൾക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്തതിന്റെ വീട്ടില് പിന്നെ പുതിയ പിള്ളേർക്ക് അവസരം വേണമല്ലോ. മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല, പഠിപ്പിക്കണമെന്ന് വെച്ചാൽ പ്ലാൻ ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ഉണ്ട്. മ്യൂസിക് പ്ലസ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നല്ല കാര്യമാണ് നടത്തുന്നത്, നല്ല കാര്യമാണ്. അതുപോലെ മെജോനെ പോലെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു മ്യൂസിഷ്യൻ നടത്തുമ്പോൾ തീർച്ചയായും കൂടുതൽ ആൾക്കാർ വരാനാണ്. എനിക്ക് മെജോനെ കുറിച്ച് ശൈലി ഉണ്ടല്ലോ, നമ്മള് നമ്മുടെ വീട്ടിലൊരു വരുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി വേണം, ഒരു സിഗ്നേച്ചർ വേണം. അതിന് കുറച്ച് ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. പിന്നെ ഇവിടെ ഒരു 3-4 മാസമെങ്കിലും അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വേണം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വലിയ രീതിയിൽ തുടങ്ങി ഒരുപാട് പേരിലേക്ക് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം ഉണ്ടാകും. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ പിള്ളേരെ 4 പേര് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങള് റോണസ്ബായിട്ട് ഞങ്ങള് കളക്ട് ചെയ്യുന്നുണ്ട്. അവര് 2 പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്റെ മോനും റോണസ്ബായിട്ട്, എനിക്ക് മോളും പെൺമക്കളും അങ്ങനെ തന്നെയാണ് ഒരേ ക്ലാസ്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാൾ ബാംഗ്ലൂർ മറ്റേ ഡിഗ്രി, രണ്ടാമത്തെ നമ്പർ ചാൻസലിയാണ്. അവൾ നമ്മുടെ കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ. 3-ാമത്തെ മോനെ അവൻ ജോർഡൻ, അവന് 3rd സ്റ്റാൻഡേർഡ്. പിന്നെ പുതിയ വർക്കുകൾ നമ്മൾ ഇപ്പൊ വർക്കുകളൊക്കെ ശരിക്കും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ മന്ത്ലി 2-3 ഇപ്രാവശ്യം മൊത്തത്തില് ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ആളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ ഫിലിമിലേക്കല്ല, നോട്ട്ബുക്ക് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല ടെക്സ്റ്റ് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട്. അന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ നിമിത്തങ്ങളാണ്. നമ്മൾ ആർക്കും കൂടി വർക്ക് ചെയ്യണം. മെജോനെ ആദ്യം പറ്റിപ്പെട്ട അന്ന് മുതൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ ഒന്നിനെ കുറിച്ച് ഇപ്പൊ ഒത്തിരി പറയുന്നില്ല. ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് കൂടുതലെപ്പോഴെങ്കിലും കൂടും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചതോ ആഗ്രഹിച്ചോ കാര്യങ്ങളൊന്നും അല്ല അതേപോലെ നടത്തില്ല. കാരണം അതിന്റെ അപ്പുറത്ത് 10 മടങ്ങ് ഒത്തിരി ആഗ്രഹമൊന്നും ഈ ഫീൽഡിൽ. കാരണം നമുക്ക് അത്യാവശ്യം ഇന്ത്യയിൽപ്പെട്ട ചെയ്ത് പിന്നെ സീനിയേഴ്സ് ആണെങ്കിലും ചിന്തിക്കാൻ പറ്റാത്ത മ്യൂസിഷ്യന്മാരാണെങ്കിലും എല്ലാവരും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയിപ്പോ എന്തെങ്കിലും ദൈവം തീരുമാനിക്കുന്നത് വർക്ക് ചെയ്യുന്ന ഓർത്തിട്ടാണ്. പിന്നെ ഹിന്ദി, ഞാൻ മലയാളത്തെക്കാളും കൂടുതൽ ഹിന്ദി, തമിഴ്, എല്ലാ ഭാഷകളുണ്ട്. ഹിന്ദി തമിഴ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നത്. ഹിന്ദിയിലും തമിഴിലും നമുക്ക് നല്ല കുറച്ച് ഫോളോവേഴ്സ് ആയിട്ട് അപ്പൊ അതൊക്കെ പിടിച്ചു നിർത്തി മുമ്പോട്ട് പോകാന്നുള്ളതാണ്. പിന്നെ ഈ മ്യൂസിക് ഇൻഡസ്ട്രി മൊത്തത്തിൽ ഡൗൺ ആണ്. അപ്പൊ സിനിമ കണ്ടന്റുകൾക്ക് മാത്രം പെട്ടെന്നൊരു അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഇൻകം റേസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെപ്പോലെ ഇൻഡിപെൻഡന്റ് ഇങ്ങനെ ഡിവോഷൻ മാത്രം ചെയ്യുന്നവർക്ക് ശരിക്കും നിലനിൽപ്പില്ല. പിന്നെ നമ്മൾ ഇത്ര കണ്ടന്റ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും 1800 പാട്ടില് മുകളിലായിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാൽ നമ്മൾ 25 വർഷമായി ഒന്ന്. ആദ്യം നമ്മൾ ഇറക്കുമ്പോൾ ഒരു CD എന്ന് പറയുന്ന ആണ്ടെന്ന് പറയുന്നത് 10-12 അങ്ങനെ 107 CD. പിന്നെ അത് ഇങ്ങനെയല്ല സോളോ സിംഗിൾ ആണ്. ഇവിടെ എത്ര പാട്ടായി, അത്ര പാട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ആക്റ്റീവായിട്ട്. ഏകദേശം എത്ര മ്യൂസിഷ്യൻസിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്? പാട്ടുകാർ തന്നെ നമ്മൾ 100-ന് മുകളിലുണ്ട്. മ്യൂസിഷ്യന്മാർ 800 പേരുണ്ട്. 19-ന് മുകളിലുണ്ട് ആൾക്കാർ. പുതിയ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൃഷ്ണ ഘോഷ ചെയ്യുന്ന KG Peter നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. മോളെല്ലാം 3 പേരെ പഠിപ്പിച്ചത്. അവർ പാട്ടെഴുതുന്ന മനോജിൽ ഡിസംബറും പാട്ടുകാരൻ അമൃത സുരേഷിന്റെ ഫസ്റ്റ് കർത്താവിലായിരുന്നു. അത് ആഡിയൻസിനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് പോയി വിളിച്ചോണ്ട് അതുപോലെ നമ്മുടെ ജോബി ജോണുണ്ട്. ജോബിന്റെ ആദ്യത്തെ ഡിവോഷൻ ആന്റണി എന്നുണ്ട്. പണ്ട് ഫസ്റ്റ് പാട്ട് മേലെ ഹിറ്റായിട്ട് ഒത്തിരി മ്യൂസിഷ്യന്മാരും എല്ലാ ആൾക്കാരും നമ്മളുടെ ഇതിലൂടെ വന്നു പോയി നമ്മളൊരു ഭാഗ്യമായിട്ട് കാണാം. മെജോടെ ഏകദേശം എല്ലാവരും പാടിയില്ലേ നമ്മുടെ ഇന്ത്യയിലെ അത്യാവശ്യം പാടിയിട്ടുണ്ട്. SPB സാറിന് എനിക്ക് പാടിക്കാൻ പറ്റിയിട്ടില്ല. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബാക്കിയില്ല ഹിന്ദി ഒരെണ്ണം മാത്രമാണ്, ഈ സ്കോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
ഇന്ത്യയിലേക്ക് നമുക്ക് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഈ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. കാരണം ഇത് മലയാളമായിട്ടും കുറച്ചുകൂടി ബന്ധം. അത് മാത്രമല്ല അവിടെ നിന്ന് കൂടുതൽ ഓഫേഴ്സ് വന്നിരിക്കുന്നത് തെലുങ്കും തമിഴാണ് അതർ ദാൻ മലയാളം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് തമിഴ് ഓൾറെഡി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ അറിയാം, പെരുമാറാൻ അറിയുന്ന. അങ്ങനെ പഠിച്ചിരുന്ന കുറച്ചാള് PG ഒക്കെ ചെയ്ത് അവിടെയായിരുന്നു പൊള്ളാച്ചിയിൽ. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഏത് ഭാഷയിൽ നിന്ന് വർക്ക് ചെയ്യാൻ കിട്ടിയാലും നമുക്ക് ഒന്ന് ഫ്രീഡം, പിന്നെ നമുക്ക് അതിനുള്ള ഒരു ഫണ്ടും റിസോഴ്സസ് കറക്റ്റ്. മ്യൂസിക്കൽ ഇമാജിനേഷൻ ഫുള്ളായിട്ട് നമ്മുടെ ഈ കേരളത്തിലെ ഒരു ഇതെന്ന് പറഞ്ഞാലേ, കേരളത്തില് വലിയ മ്യൂസിഷ്യന്മാരെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കൊടുക്കും. ഇപ്പൊ മീഡിയ റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഫെസിലിറ്റീസ് കൊടുക്കില്ല. പറയാൻ പറ്റില്ല. അപ്പൊ അവർ എനിക്ക് പല മ്യൂസിഷ്യന്മാരെ അറിയാം, അവർക്ക് ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ അവർ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് എടുത്തിട്ട് ചെയ്ത് വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യും. ഒത്തിരി പേരെ ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ്. പക്ഷെ നല്ല മ്യൂസിക്കിന് വേണ്ടിയിട്ടാവുമ്പം ഇതൊന്നും നമ്മള് ഇതൊക്കെ സെക്കൻഡറി ആയിട്ട് ഈ ഇങ്ങനത്തെ പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഒത്തിരി വർക്കുകൾ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കട്ടെ. ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ പൊട്ടലാണ്. ഇവിടെ ഞാൻ പോലും ഇവിടെ വന്നിട്ട് 1-ാം തീയതി തിരിച്ചുകൊണ്ട് ഞാനാണ് തിരിച്ചു പോകാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് കയറിപ്പോകാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും കഴിഞ്ഞ വർഷം ചേട്ടൻ വന്നപ്പോ ഞാൻ നാട്ടിലേക്ക് പോണ സമയമായിരുന്നു, അതുകൊണ്ട് കാണാൻ വേണ്ടിയില്ല. ശരിക്കും മെജോ എപ്പോഴും ഇവിടെ ഉള്ളപ്പോൾ വരാറുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ സ്റ്റുഡിയോയും സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന എല്ലാ പാട്ടുകളും ആരി ഫൺ വില്ലയുടെ കുറെ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി, ഞാൻ ഇവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. ഈ പാട്ട് പാടി അഭിനയിച്ച് ഇവിടെ തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും നല്ല രീതി വരട്ടെ. ഇപ്പൊ ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ സജീവമാണ്, ഡിജിറ്റലിനുള്ള ഇൻകം കുറവാണ്, പക്ഷെ എല്ലാവരും പ്രൊഡക്ഷനാണ്. പക്ഷെ പ്രവാസിനെ സംബന്ധിച്ച് അതൊന്നും ആള് തന്നെ ഗംഭീരാക്കി ചെയ്യും. അത് ഏറ്റവും വലിയ ആളുടെ ജോലി തിരക്ക് ഇടയിലാണ് ഇതിലെല്ലാ സമയം. ആൾക്ക് ജോലിയുടെ ഇഷ്ടം ഇതാണ്, അത് ജീവിതമാർഗമാണ്. പക്ഷെ ഇതിനകത്ത് ആള് ക്ലിക്കായിരുന്നെങ്കിൽ ആള് വേറെ ഒരു ക്ലിക്കാവും. ക്ലിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പതിവ്. അപ്പൊ ആരി ഫണ്ടിലേക്കും യൂട്യൂബ് ചാനലിലെ സംഘടനകൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മെജോയുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു കൂടിയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, അല്ല നടക്കട്ടെ. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സന്തോഷം ഇങ്ങനത്തെ ഒരു കുറച്ച് നല്ല നിമിഷങ്ങൾ, നല്ല ക്വാളിറ്റി ടൈം, ഒരു ക്വാളിറ്റികളും ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയും അതിന് റോണസ് ബൈക്കും ആരി ഫൺ വില്ലയ്ക്കും ഒരുപാട് നന്ദി. ഒരുപാട് നല്ല പാട്ടുകൾ ചേട്ടൻ്റെ ഇതിൽ നിന്ന് വരട്ടെ. പ്രൊഡക്ഷൻ ബാനറിൽ ഇനിയും ഒരുപാട് പാട്ടുകൾ വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ, സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലോകം മുഴുവൻ ഏറ്റവും നിരവധി മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകും. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.